നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പുതിയ മദ്യനയം അംഗീകരിച്ചിരിക്കുന്നു. പുതിയ മദ്യനയം വിശദീകരിക്കാൻ എക്സൈസ് മന്ത്രി ശ്രീ ടി.പി. രാമകൃഷ്ണനാണ് ഇന്ന് ക്ലോസ് എൻകൗണ്ടറിൽ. സ്വാഗതം. പുതിയ മദ്യനയം കേരളത്തെ മദ്യത്തിൽ മുക്കി കൊല്ലുന്നു എന്നുള്ളതാണ് ആക്ഷേപം. ശരിയല്ല? ശരിയല്ല. ഈ മദ്യവ്യവസായത്തിലുള്ള വസ്തുതകൾ പരിശോധിക്കണം. അത് കേരളത്തിൻ്റെ അനുഭവമാണ്. ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള മദ്യനയത്തിൽ മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഷാപ്പുകൾ ഒരെണ്ണം പോലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലപാടിൻ്റെ പ്രത്യേകത. ഞങ്ങളിപ്പോൾ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക വരുമാനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. 40,000-ഓളം തൊഴിലാളികളുടെ ജോലിയെയും ഇത് ബാധിക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ 3 സ്റ്റാർ ഹോട്ടലുകളിലും 4 സ്റ്റാർ ഹോട്ടലുകളിലും വിദേശ മദ്യം നൽകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ അത് കേരളത്തിലുണ്ടായിരുന്നതാണ്. അതാണിപ്പോൾ എടുത്തിട്ടുള്ള ഒരു നിലപാട്. അല്ല, ഇപ്പോഴത്തെ നിലയിൽ FL3 23 വൻകിട 5 സ്റ്റാർ ബാറുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പുതിയ നയത്തോടു കൂടി ഇപ്പോൾ തന്നെ 30 അതെ 23 പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 129 എണ്ണം കൂടിയാകുമ്പോൾ 152 എണ്ണം ആവുകയാണ് മൊത്തത്തിൽ. അപ്പോൾ അത്രയും പുതിയ വിദേശ മദ്യം കിട്ടുന്ന ഷാപ്പുകൾ നമ്മുടെ നാട്ടിൽ വരുന്നു. പിന്നെ പാതയോരത്തെ സുപ്രീം കോടതി വിധി മൂലം നിർത്തലാക്കപ്പെട്ട ബിയർ പാർലറുകളിൽ 500 മീറ്റർ പരിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവയെല്ലാം തുറന്നു കൊടുക്കുകയാണ്. ഇതിന് പുറമെ ഇവയിലൊക്കെ കള്ളും കൊടുക്കാമെന്ന അവസ്ഥ വരുന്നു. അപ്പോൾ എത്ര അധികം മദ്യം വരും? ഇത് വെറുതെ പ്രചരണത്തിന് വേണ്ടി പറയുന്നതല്ലേ. എത്ര ഷാപ്പുകൾ തുറക്കാൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ ആർക്കെങ്കിലും വ്യക്തത വരുത്തി പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറ്റില്ല. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഇതെല്ലാം കേരളത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഷോപ്പുകളാണിതെല്ലാം. താങ്കൾ പറയുന്നത് ഈ 3 സ്റ്റാറിലും 4 സ്റ്റാറിലും വിദേശ മദ്യം സപ്ലൈ ചെയ്യുമ്പോൾ അളവിൽ കൂടാൻ സാധ്യതയുണ്ട് എന്നതാണല്ലോ പ്രധാനപ്പെട്ട പോയിന്റ്. 3 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉള്ളതും ദേശീയപാതയോരത്തല്ലാത്തതുമായ എല്ലാ ബാറും തുറക്കുമല്ലോ. എത്ര തുറക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. മന്ത്രി എന്നുള്ള നിലയിൽ ഏകദേശ കണക്കുകൾ പ്രകാരം 150-ൽ കൂടുതൽ. അത് നിങ്ങളെ കണക്ക്. അങ്ങനെയാണെങ്കിൽ പോലും ഷാപ്പുകളുടെ എണ്ണം കുറയാണ്. വിദേശ മദ്യത്തിൻ്റെ ഇപ്പം കേരളത്തിൻ്റെ ചില അനുഭവങ്ങൾ നമ്മൾ കണക്കാക്കണം. ലഭ്യത കുറഞ്ഞ സമയത്ത് മറ്റ് ലഹരി പദാർത്ഥങ്ങളെ തേടി ആളുകൾ പോയിട്ടുണ്ട്. അത് കൂടുതൽ അപകടകരമാവുകയാണ്. മദ്യത്തേക്കാൾ അങ്ങേയറ്റം അപകടകരമായ ലഹരി പദാർത്ഥങ്ങളുണ്ട്, മയക്കുമരുന്നുകളുണ്ട്, ഡ്രഗ്സ് ഉണ്ട്, നാനാ പേരുകളിൽ പുറത്തിറങ്ങി വിപണനം നടത്തുന്ന ലഹരി പദാർത്ഥങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയാത്തെന്താ? അതല്ലേ യഥാർത്ഥത്തിൽ മുഖ്യമായ വിപത്ത്. അല്ല, അങ്ങനെയാണ് ആളുകൾ കഞ്ചാവ് അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം അതേ ഞാൻ പറയുന്നത്. ആ വിപത്തിനെ തടയുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഉത്തരവിലൂടെ ഒരു ഷാപ്പ് അടയുന്നതിലൂടെ ആളുകളുടെ ഉപഭോഗം കുറയുന്നില്ല, ഉപഭോഗം കൂടുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ബോധവൽക്കരണത്തിൻ്റെ പ്രത്യേകത. ആ ഗൗരവത്തിൽ ഞങ്ങൾ ഈ നയത്തിൽ ഏറ്റവും ഊന്നൽ നൽകുന്നത്, മദ്യഷാപ്പുകൾ തുറക്കുന്നതിനേക്കാളും ഊന്നൽ നൽകുന്നത് മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കണം. ആ ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിമുക്തി എന്ന മദ്യവർജന മിഷൻ കേരളത്തിൽ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പോകുന്നത്. ആദ്യം UDF സർക്കാരിൻ്റെ മദ്യനയം FL3 ലൈസൻസ് 30 ബാറുകളിലായി പരിമിതപ്പെടുത്തി. 2 സുപ്രീം കോടതിയുടെ ഉത്തരവ്. അതോടുകൂടി ദേശീയപാതയോരത്തെ 30 ബാറിൽ മാത്രമല്ല, അല്ല 306 ഔട്ട്ലെറ്റുകളിലും, അതെ, വീര്യം കൂടിയ മദ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 306 ഔട്ട്ലെറ്റുകളിലും വിദേശ മദ്യമാണ് വിതരണം ചെയ്തിരുന്നത്. അതെ. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ 2 കാര്യം കൊണ്ട്, ഒന്ന് കഴിഞ്ഞ മദ്യനയം കൊണ്ട്, 2 സുപ്രീം കോടതിയുടെ ഉത്തരവ് കൊണ്ട് ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് വരികയായിരുന്നു. കേരളം അതിനോട് താതാത്മ്യപ്പെടുന്ന വേളയിലാണ് ഇവ തിരിച്ചു കൊണ്ടുവരുന്നത്. അത് നിങ്ങളുടെ അഭിപ്രായം. ജനങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് നേരെ വ്യത്യസ്തമാണ്. UDF എടുത്ത നിലപാടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ ആ ഗവൺമെൻറ്റിന് അധികാരത്തിൽ തിരിച്ചുകൊണ്ടുവരുമല്ലോ. വിഷയം ഇത് മാത്രമല്ല, പൊതുവേ UDF ഗവൺമെൻറ് എടുത്ത നിലപാടിനോടാണ് ജനങ്ങൾക്ക് സ്വീകാര്യതയെങ്കിൽ ആ ഗവൺമെൻറ് തിരിച്ചുകൊണ്ടുവരും. ആ ഗവൺമെൻറ് തിരിച്ചുകൊണ്ടുവന്നിട്ടില്ല. UDFിൻ്റെ മദ്യനയമല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല.
മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്, അല്ല, ഈ ലഹരി തെരഞ്ഞെടുപ്പ് വർജനമാണ്. വേളയിൽ ഞാൻ പറയുന്നത് ഒരു തീർത്ത് കേൾക്ക്. മദ്യവർജനമല്ല, ലഹരി വർജനമാണ് ഗവൺമെൻറ്റിൻ്റെ നയം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷോപ്പുകൾ പൂട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യക്തമായ നിലപാട് നേരത്തെയും യു.ഡി.എ ഗവൺമെൻറ് കാലത്തും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേപോലെ ഒരു വിവാദം വന്നു. അന്ന് ഉമ്മൻചാണ്ടി, അന്നത്തെ മുഖ്യമന്ത്രി, ആരോപിച്ചു LDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ പൂട്ടിയ ബാറുകളൊക്കെ തുറക്കുമെന്ന്. അന്ന് സീതാറാം യെച്ചൂരി CPIMന്റെ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ പറഞ്ഞത് ഒരു തുള്ളി മദ്യം പോലും ഇടതു മുന്നണി അധികാരത്തിൽ വന്നാൽ കൂടുതൽ കൊടുക്കില്ല. ഒന്ന്. രണ്ട്, മദ്യം അതിന്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടി ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളൊന്നും ഇനി ഒരു LDF സർക്കാർ വരുമ്പോൾ പുനഃസ്ഥാപിക്കുകയില്ല. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് സംഭവിച്ചത്. ഈ പറയുന്ന കാര്യങ്ങളെയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ശരിയല്ല. കേരളത്തിലൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മദ്യത്തിൻ്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ശ്രമിക്കുന്നത് മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കാൻ, ജനങ്ങളെ ബോധവൽക്കരിച്ച് അവർ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന നിലയിലേക്ക് എത്തി എത്ര ഷാപ്പ് വേണമെങ്കിലും പൂട്ടാൻ തയ്യാറാണ്. സുലഭമായി മദ്യം ലഭ്യമാക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിൽ എന്താണ് ഗുണം? ഞാൻ മദ്യം കഴിക്കുന്ന ആളല്ല. എന്നാൽ ഞാൻ ആ മേഖലയിൽ എത്രയോ കാലമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരൊറ്റ തുള്ളി മദ്യം കഴിക്കുന്നിടത്തിലേക്ക് എൻ്റെ ബോധ്യമാണത്. മദ്യം കഴിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നേ ഇല്ല. ജനങ്ങളെല്ലാവരും ആ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഷാപ്പും പൂട്ടും. അത് എളുപ്പമുള്ള കാര്യമല്ല. മദ്യം സുലഭമായി ലഭ്യമാക്കുക, എന്നിട്ട് ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങുക, അതിലൊരു ക്രൂരതയിൽ. ദയവ് ചെയ്ത് ഞാൻ പറയാത്ത കാര്യങ്ങളെ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഞാൻ സുലഭമായി മദ്യം ഒഴുക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ല. അല്ലല്ല, നയത്തിൻ്റെ ഭാഗമായിട്ട് എത്ര മദ്യം അവിടെ വരാൻ പോകുന്നുള്ളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കണം. അത് വരുന്നേ ഉള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ചത്, കേരളത്തിൽ എത്ര ഷാപ്പിന് തുറക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എനിക്ക് ഉറപ്പില്ല. അതെത്ര പരിശോധിക്കുന്ന സമയത്ത്, ഇതാകെ വരുന്ന സമയത്ത് കേരളത്തിൽ UDFൻ്റെ കാലത്ത് വിതരണം ചെയ്ത മദ്യം പോലും ചില സമയത്ത് കേരളത്തിൽ വിതരണം ചെയ്യാൻ ഇടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഒരു പുതിയ ബാർ 3 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ നേടുകയാണ്. ആ 3 സ്റ്റാർ ക്ലാസിഫിക്കേഷനുമായി വന്ന് ബാർ ലൈസൻസിന് അപേക്ഷ നൽകിയാൽ കൊടുക്കേണ്ടി വരില്ലേ? അതിപ്പം തീരുമാനിച്ചിട്ടില്ല. അതെന്ത് ചെയ്യണം എന്നുള്ളത് ആ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പോകും ആ ബാർ ഉടമ. കോടതിയിലൊക്കെ പോകുന്നുണ്ടല്ലോ ഇപ്പോൾ ആളുകളെല്ലാം. അപ്പോൾ അതിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള നമ്പർ പോകുന്നില്ല. അങ്ങനെ ഈ അനാവശ്യമായ വ്യാഖ്യാനത്തിലേക്ക് അനാവശ്യമായ വ്യാഖ്യാനമേ അല്ല. ആർക്കും എനിബഡിക്കാൻ ആർക്കും ബാർ കിട്ടും. അവൻ പണം മുടക്കി ഒരു ബാറിന്, ഒരു കെട്ടിടത്തിന്, അയാളുടെ ഹോട്ടലിന് 3 സ്റ്റാർ ക്ലാസിഫിക്കേഷനുമായി വന്നാൽ ബാർ ലൈസൻസ് കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ എത്ര ബാറാകും സംസ്ഥാനത്ത്? എത്ര ഉണ്ടാവും നിങ്ങൾ പറ. എത്രയും ആവാനുള്ള ഒരു ചാൻസും ഇല്ല. പുതുതായി ഒരാൾക്കും ബാർ ലൈസൻസ് കൊടുക്കില്ലെന്ന് തീരുമാനിക്കും. അല്ല, ഇപ്പോൾ ഇപ്പം നിലവിലുള്ള 3 സ്റ്റാറും 4 സ്റ്റാറുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഗവൺമെൻറ് ഉണ്ട്. സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണുള്ളത്. ആ സന്ദർഭത്തിലുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. പുതുതായി വരുന്ന ഒരാൾക്ക് കൊടുക്കില്ല എന്നൊരു തീരുമാനമുണ്ടോ? പുതുതായി വരുന്നവർക്ക് കൊടുക്കില്ല എന്നിപ്പോൾ തീരുമാനിക്കുന്നത് ശരിയല്ല. സ്റ്റാർ ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റിൻ്റെ പരിധിയിൽ പെടുന്നതുമല്ല. സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഒരാൾ സ്റ്റാർ ക്ലാസിഫിക്കേഷനുമായി വന്നാൽ കൊടുക്കേണ്ടി വരില്ലേ? ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള 3 സ്റ്റാർ ഹോട്ടലുകളിലും 4 സ്റ്റാർ ഹോട്ടലുകളിലുമാണ് മദ്യം വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി ഭാവിയിൽ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഭാവിയിൽ വരാനിടയുള്ള പ്രശ്നമാണ്. അത് വരാനിടയുള്ള പ്രശ്നങ്ങൾ എന്നുള്ളതിലേക്ക് അത് വരുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് ഗവൺമെൻറ് അപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ച് തീരുമാനിക്കും. നിലവിൽ 2 സ്റ്റാർ എന്നോ നിലവാരം കുറഞ്ഞവയെന്നോ കാണുന്ന ബാറുകളൊക്കെ പുനരുജ്ജീവിപ്പിച്ച് അല്ലെങ്കിൽ അവ റിനോവേറ്റ് ചെയ്ത് ക്ലാസിഫിക്കേഷൻ വാങ്ങിച്ച് അപേക്ഷയുമായി വരാൻ പോവുകയാണ്. ഇതൊരു റിയൽ ടൈം സിറ്റുവേഷൻ ആണ്. ഒരു 2 സ്റ്റാർ ഹോട്ടൽ 3 സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്നതിന് വേണ്ടി എത്ര തുക മുടക്കേണ്ടി വരും? അല്ല, വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ എത്ര തുക മുടക്കേണ്ടി വരും? കേരളത്തിൽ നിങ്ങൾ പത്രപ്രവർത്തകനല്ലേ, നിങ്ങൾ കേരളത്തിൽ ബാറ് തുടങ്ങിയിട്ടുള്ള ആളുകൾ എന്താണ് പൊസിഷൻ എന്നുള്ളതൊന്ന് പരിശോധിച്ച് യഥാർത്ഥ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി വരുന്ന പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. നിങ്ങളൊരു ഗവേഷണം നടത്തുക, എന്നിട്ട് എന്താണ് വസ്തുത എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ ഒരു വിവരം വെച്ചല്ലേ പറയാൻ കഴിയുള്ളൂ. അല്ല, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തെ നയത്തിൽ ആദ്യം അവർ ഇനി 3 സ്റ്റാറുകൾക്ക് കൊടുക്കില്ല, ഇനി 4 സ്റ്റാറിന് മുകളിലേക്ക് പുതുതായി വരുന്ന ബാറുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു. ഈ സർക്കാരിനെ സംബന്ധിച്ച് 3 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ
ഞങ്ങൾക്കിതിനെക്കുറിച്ച് വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാടാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നിലപാടിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് വളരെ ബോൾഡായി തന്നെ ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മദ്യനയത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ പോകുന്നില്ല. അതാണ് ഇതിൻ്റെ സമൂഹം നേരിടുന്ന ഏറ്റവും ഗൗരവമായ പ്രശ്നം. അതാണ് UDF സർക്കാരിന്റെ സമീപനവും നിരോധനം എന്നുള്ളതായിരുന്നില്ലല്ലോ, ലഭ്യത കുറയ്ക്കൽ എന്നുള്ളതായിരുന്നു. ഘട്ടം ഘട്ടമായി 10% ബിവറേജസ് ഔട്ട്ലെറ്റുകൾ, ബാറുകളിൽ 5 സ്റ്റാർ ഒഴികെയുള്ളവയ്ക്ക് വീര്യം കൂടുതലുള്ള മദ്യം അനുവദിക്കുന്നില്ല. ഇതൊരു സമീപനമായിരുന്നു. ഒറ്റയടിക്ക് ഇവിടെ മദ്യം പൂർണ്ണമായും നിന്നുപോയില്ല. അതിനൊരു തുടർച്ച ഉണ്ടായിരുന്നെങ്കിൽ ക്രമേണ ആളുകളുടെ ആസക്തി കുറയില്ലേ? UDFന്റെ നിലപാട് മനസ്സിലാക്കാതെ UDFനെ ന്യായീകരിക്കുന്നതിന്. UDFന്റെ നിലപാട് ഘട്ടം ഘട്ടമായ മദ്യനിരോധനമാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ചാരായ ഷാപ്പുകൾ ഒഴിവാക്കി, വിദേശ മദ്യം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ UDF യഥാർത്ഥത്തിൽ ഇത് തീരുമാനിച്ചത് മദ്യം കഴിക്കുന്നതിനെ തടയാനായിരുന്നോ, അതോ അവരുടെ പാർട്ടിക്കകത്ത് വന്ന ഇന്നർ ക്രൈസിസാണ്? ജനങ്ങളിത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമല്ലേ ഏത് സാഹചര്യത്തിലാണ് വന്നത്, ഓരോ നേതാവും എടുക്കുന്ന നിലപാട് ഏത് ഘട്ടത്തിലാണ്, ഏത് ഘട്ടത്തിലാണ്. ആ നയം ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നിയിട്ടില്ല. കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ആ നയം ദോഷം ചെയ്തു എന്ന് ചിന്തിച്ചവരാണ്. അതിനും കേരളം തെളിയിക്കല്ലോ. ബെവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ വഴിയുള്ള മദ്യവിൽപ്പനയും അതുപോലെ തന്നെ ബാറുകൾ വഴിയുള്ള മദ്യവിൽപ്പനയും താരതമ്യം ചെയ്താൽ ബാറുകൾ വഴിയുള്ള വീര്യം കൂടിയ മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞതായിട്ടാണല്ലോ കണക്കുകൾ. അല്ല, അവിടെയാ ബസ്സിക്ക്. ബീവറേജിന്റെ കാര്യം ഞാൻ പറയാം. ബാറിൻ്റെ മൊത്തം എനിക്ക് ബാറിൽ വിൽപ്പന കുറഞ്ഞു, ബാറിൽ വെച്ചാൽ സപ്ലൈ കുറഞ്ഞു. വിദേശ മദ്യ ഈ ബീവറേജിൻ്റെ ഒരു 70-ലധികം ഔട്ട്ലെറ്റുകൾ പൂട്ടി. വിദേശ മദ്യത്തിൻ്റെ കച്ചവടത്തിൽ കുറവ് വന്നിട്ടില്ല. ബീവറേജിൻ്റെ ഔട്ട്ലെറ്റുകളിൽ വിറ്റത്, ബീവറേജിൻ്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ഔട്ട്ലെറ്റുകളിൽ വിറ്റ മദ്യത്തിൽ കുറവില്ല, വിൽപ്പന വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ നോക്ക്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയട്ടെ. അപ്പം എവിടെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഈ വേറൊരു കാര്യം കൂടി നോക്കാം. ഈ ബാറിലൊക്കെ അധികം ആളുകളും ഒരു സാധാരണക്കാരൻ പോയിക്കൊള്ളുന്നില്ലല്ലോ. പോകുന്നതിനെ തടയുന്നൊന്നുമില്ല, സാധാരണക്കാരനും പോകാം. എന്നാൽ ബാറുകളിലെല്ലാം എത്തിച്ചേർന്നത് സാധാരണക്കാരല്ലല്ലോ അധികവും, കുറച്ചുകൂടി ശേഷിയുള്ളവരായിരിക്കല്ലോ എത്തുന്നത്. അവിടെയാണല്ലോ വില കൂടിയ മദ്യം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ വിൽക്കുന്ന വിലക്കുള്ള കുറവായിരിക്കുമല്ലോ ഈ ഔട്ട്ലെറ്റുള്ള മദ്യം. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ ഒരു നിലയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഔട്ട്ലെറ്റുകളിൽ ക്യൂ നിൽക്കുന്ന ആളുകൾ ഈ നാട്ടിലെ ജനങ്ങളല്ലേ, അവർ നാട്ടിൽ ജനിച്ചു വളർന്നവരല്ലേ, അവരെ അവിടെ ഒരു സമീപനത്തെയും പരിഗണിക്കേണ്ടതല്ലേ. ആ ക്യൂവിൻ്റെ ദൈർഘ്യം കുറക്കണം. അതുപോലെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരരുത്. അതിന് ഈ ബോധവൽക്കരണത്തിലൂടെ ഇതിലേക്ക് പതുക്കെ ഉടനെ കഴിയുമെന്നല്ല ഞാൻ പറയുന്നത്. ബാറിൽ പോകുന്നവരുടെ എണ്ണം കുറയ്ക്കണം, ഔട്ട്ലെറ്റുകളിൽ പോകുന്നവരുടെ എണ്ണം കുറയ്ക്കണം, മദ്യം കഴിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കണം, മദ്യത്തേക്കാൾ അപകടകരമായ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കണം. അതാണ് ഗവൺമെൻറ് ഇപ്പോൾ ആവിഷ്കരിച്ച നയത്തിൽ പ്രധാനമായിട്ട് ഊന്നൽ നൽകുന്നത്. UDF സർക്കാർ 2 കൊല്ലം കൊണ്ട് 20% ബെവ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മദ്യനയത്തിന്റെ ഭാഗമായി പുതുതായി ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. FL1 ലൈസൻസിന്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ, FL3യുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ വൻകിട ബാർ ഉടമകളോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു സമീപനം? വൻകിട ബാറുകളോട് അങ്ങനെ ഒരു സമീപനം ഇല്ലല്ലോ. അല്ല, അവരുടെ ബാറാണല്ലോ തുറക്കുന്നത്. ഇവിടെ അതിപ്പം ചിലരുടെ ശീലമായിരിക്കും, അത് ഞങ്ങൾക്ക് ആ ശീലമില്ല. താങ്കൾ പറയുന്ന ഈ ഒരു സമീപനം ഞങ്ങളുടെ ശീലമേ അല്ല. ഇതിന്റെ ആ ശീലമുള്ളവർ അതിനെക്കുറിച്ച് അതായത് ആ ശീലമുള്ളവർ ഇതിനെക്കുറിച്ച് പറയും. ഞങ്ങൾക്കതിൽ യാതൊരു ശങ്കയില്ല. ഞങ്ങളുടെ നിലപാട് വളരെ ഓപ്പണാണ്. ഞങ്ങളുടെ മനസ്സിലൊരുമുണ്ട്, ഈ സമൂഹമുണ്ട്, തൊഴിലാളികളുണ്ട്. 10,000-40,000 തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ നിങ്ങളൊരു ആശങ്കയും പ്രകടിപ്പിക്കുന്നില്ലല്ലോ. അവരെ പുനരധിവസിപ്പിക്കണം. എവിടെയുണ്ട്? ആര് കൊടുക്കും? എവിടെയാണ് കേരളത്തിൻ്റെ സാധ്യത? എവിടെയാണ്? എന്താണ് സാധ്യത? കേരളത്തിൽ 35 ലക്ഷം ആളുകൾ തൊഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ. പ്രതിപക്ഷം പറയുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ബാർ ഉടമകളുമായി ഉണ്ടാക്കിയ കരാറാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞത് അത് അവരുടെ ശീലം. അത് നിങ്ങൾ ഏറ്റുപറയുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് പിന്തുണച്ചോ. ഞാനത് നിലപാടിനോടില്ല. ഞങ്ങൾക്കതിൽ യാതൊരു ശങ്കയുമില്ല, ഒരു ബേജാറുമില്ല. കാരണം ഞങ്ങളുടെ കൈ വളരെ ശുദ്ധമാണ്. ഒരു ബാർ ഉടമയും എൻ്റെ അടുത്ത് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വരുന്നില്ല. അവർക്ക് വേണ്ടി എന്തിനു നമ്മൾ വഴിവിട്ട് ചെയ്യണം?
ഇവിടെ ഒരു പ്രായോഗികമായ സമീപനം അല്ല, നമ്മൾ ഈ നയത്തിന്റെ സ്വീകരിക്കുന്നുണ്ട്. ഗുണഭോക്താക്കൾ അവരാകുമ്പോൾ അത് നിങ്ങളുടെ സ്വാഭാവികമായും വ്യാഖ്യാനമാണ്. ആ ആരോപണം വരുമല്ലോ. അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അവരാണ് ചിലവായിരിക്കും അവർക്ക് അതിൻ്റെ നേട്ടം കിട്ടുന്നുണ്ടാവാം. പക്ഷേ ഞാനിവിടെ കാണുന്നത്, ഞങ്ങൾ പ്രധാനമായിട്ടും പരിഗണിച്ചിരിക്കുന്നത്, ഇതിനകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്, ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, നാടിൻ്റെ പൊതുസ്ഥിതിയുണ്ട്. നാടിൻ്റെ പൊതുസ്ഥിതി വിശകലനം ചെയ്യുന്നതിൽ താങ്കൾക്ക് ചില സമയത്ത് വ്യത്യസ്ത വീക്ഷണം ഉണ്ടാവാം, എനിക്ക് വ്യത്യസ്ത ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വീക്ഷണമാണ് ഞാൻ പറഞ്ഞത്. ബാർ ഉടമകൾക്ക് പക്ഷേ ഇതുകൊണ്ടൊന്നും തൃപ്തിയായിട്ടില്ല. അവരിപ്പോൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം, നിലവിൽ ബിയർ പാർലറുകളും ബാറുകളും നടത്തുന്ന റോഡരികിലുള്ള ആളുകൾക്ക് 500 മീറ്റർ അകലെ ഈ ഹോട്ടൽ നിലനിർത്തിക്കൊണ്ട് അവരുടെ ഒരു സർവീസ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുവദിക്കണമെന്നുള്ളതാണ്. അത് അനുവദിക്കുമോ? അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ബീറും വൈനിനെ അത് ബാധകമുള്ളൂ. നിലവിൽ നടത്തുന്ന ബീർ വൈൻ, ആ ബീർ ഇപ്പം ഈ വിദേശ മദ്യം നൽകുന്നത് 3 സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾ മാത്രമേ ഉള്ളൂ. അത് പകരം വെക്കാൻ കഴിയില്ല. 3 സ്റ്റാർ പദവിക്ക് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. 3 സ്റ്റാർ അതിന് മുകളിലുള്ളത്. ബീറും വൈനും നിൽക്കുന്ന ഹോട്ടലുകളുണ്ട്. ബീറും വൈനും നിൽക്കുന്ന ഹോട്ടലുകൾ, അവിടെ തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾക്ക് ജോലി ഉറപ്പ് നൽകാൻ തയ്യാറായാൽ അവർക്ക് ഈ ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാൻ അവസരം കൊടുക്കും. ഔട്ട്ലെറ്റല്ല, ഇതൊരു എക്സ്റ്റൻഷൻ പോലെ. 500 മീറ്റർ ദൂരപരിധിക്കകത്ത് പറ്റില്ല. 500 മീറ്റർ ദൂരപരിധിക്കകത്ത് പ്രവർത്തിക്കാൻ കഴിയാത്തവർക്ക് വളരെ സൗകര്യപ്രദമായ സ്ഥലം, വൃത്തിയുള്ള സ്ഥലം, അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടി പരിശോധനയ്ക്ക് വിധേയമാണ്. സർവീസ് ഔട്ട്ലെറ്റ് മാത്രമേ മാറ്റി സ്ഥാപിക്കുന്നുള്ളൂ. ഹോട്ടൽ മുമ്പ് എവിടെ നിൽക്കുകയാണോ അവിടെ തന്നെ നിൽക്കാൻ അനുവദിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് അംഗീകരിക്കുമോ? ഹോട്ടലിൽ എങ്ങനെ അവിടെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഹോട്ടലായിട്ട് മാത്രം 500 മീറ്റർ ദൂരപരിധിക്കകത്ത് ഒരു തരത്തിൽ അനുവദിക്കാൻ പറ്റില്ല. അതായത് ആ ഹോട്ടൽ നടത്തുന്ന ആളുകൾക്ക് അവരുടെ റൂമുകളിൽ ഈ ഔട്ട്ലെറ്റുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മദ്യം വിതരണം ചെയ്യാൻ അനുവദിക്കണം. ഏത് റൂമുകളിൽ? അതായത് ഇപ്പോൾ എവിടെയാണോ ഹോട്ടൽ നിൽക്കുന്നത് അവിടെ പറ്റില്ല. അത് നിയമവിരുദ്ധല്ലേ? കോടതി വിധിക്ക് വിരുദ്ധമാണത്. ഒരു കാരണവശാലും കോടതി വിധിക്കെതിരായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കില്ല. മറ്റൊരാവശ്യം ദേശീയപാതകളും സംസ്ഥാന പാതകളും ഡീനോട്ടിഫൈ ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഞാനൊരു പ്രത്യേക അഭിപ്രായം പറയുന്നില്ല. ഡീനോട്ടിഫൈ ചെയ്യുക എന്നുള്ള ഒരു നിലപാട് ഇതുവരെ കേരളത്തിൽ എടുത്തിട്ടില്ല. എന്നാൽ ദേശീയപാതയുടെ കാര്യത്തിൽ ചിലത് വ്യക്തത വരേണ്ടതുണ്ട്. ചില മേഖലയിൽ ഇല്ല. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. എക്സൈസ് വകുപ്പല്ല ദേശീയപാത നിർണ്ണയിക്കുന്നത്. അപ്പോൾ ദേശീയപാത നിർണ്ണയാധികാരം എക്സൈസ് വകുപ്പ് ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു നടപടികളിലേക്കും എക്സൈസ് വകുപ്പ് ഇതുവരെ ഇടപെട്ടിട്ടില്ല. കോടതി സർക്കാരിനെ കുറിച്ച് പറഞ്ഞത്, കോടതിയുടെ ചുമലിലിരുന്ന് ബാറുകാർക്ക് വേണ്ടി സർക്കാർ വെടിവെക്കുകയാണ് എന്നാണ്. അങ്ങനെ പറയാൻ കാരണം, ഒരു കോടതി ഉത്തരവ് വന്ന ഉടൻ തന്നെ ബാറുകൾ അനുവദിക്കാൻ, വസ്തുതകൾ പോലും മനസ്സിലാക്കാതെ ബാറുകൾ അനുവദിക്കാൻ കാണിച്ച തിടുക്കമാണ്. ആ തിടുക്കം എന്തിനു വേണ്ടിയായിരുന്നു? ഇല്ല, അത് കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കോടതിക്ക് തന്നെ പരിശോധിക്കാം. കോടതിയുടെ പരാമർശത്തെക്കുറിച്ചോ കോടതി വിധിയെക്കുറിച്ചോ മന്ത്രി എന്നുള്ള നിലയിൽ ഒരു വിവാദത്തിനും ഞാൻ തയ്യാറല്ല. താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു വിധി ഈ കുറ്റിപ്പുറം കണ്ണൂർ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ആ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിധി വന്നു, കോടതിയുടെ തന്നെ വിധി വന്നു. ആ വിധി താങ്കൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആ വിധിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ വിധിയുടെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് പറയുന്നത്, പറഞ്ഞിട്ടുണ്ടല്ലോ, ദേശീയപാതയുമായി ബന്ധപ്പെട്ട 2014 വിജ്ഞാപനം കണക്കിലെടുത്തുകൊണ്ട് ഡെപ്യൂട്ടി കമ്മീഷണർമാർ തീരുമാനമെടുക്കണമെന്നാണ്. വിവാദത്തിലേക്കൊന്നുമില്ല. അല്ല, കോടതി അങ്ങനെ പറയുമ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർമാരോട് ഈ വിജ്ഞാപനം കണക്കിലെടുക്കാനേ പറഞ്ഞതാണ് പറയുന്നത്. കോടതി വിധിയുടെ നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഞങ്ങൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഉപദേശം തേടിയിട്ടുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അഡ്വക്കേറ്റ് ജനറലിനെയും കൂടി ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ആ നടപടി എന്താണ്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ കോടതി കഴിയും. അല്ല, പറയട്ടെ. കോടതി ഇതിൻ്റെ ഫൈനൽ ജഡ്ജ്മെന്റിലേക്ക് ഇനിയും വരാനാണ് ഇരിക്കുന്നത്. കോടതി ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്തു, കോടതി ഉത്തരവിനെ മറയാക്കി എന്നുള്ളതാണ് കോടതിയുടെ വിമർശനം. കോടതി ഫൈനൽ ജഡ്ജ്മെന്റ് ഇനിയും വരാനിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് പോയി സംസാരിക്കുന്നത് ശരിയല്ല. ഗവൺമെന്റിന് വേണ്ടി ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥ. കോടതി സർക്കാരിനോട് പറയട്ടെ,
കോടതി സർക്കാരിനോട് പറഞ്ഞത് ദേശീയപാത സംബന്ധിക്കുന്ന വിജ്ഞാപനം പരിഗണിച്ച് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നല്ലേ? ഞാൻ നിങ്ങളോട് ഈ ചാനലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനൊരു വാഗ്വാദത്തിന് തയ്യാറാവുന്നില്ല. കോടതിയുടെ പരിശോധനയ്ക്ക് നിൽക്കുന്ന ഒരു വിഷയമാണിത്. കോടതി അഭിപ്രായപ്പെട്ടപ്പോൾ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഷാപ്പ് അനുവദിക്കുന്നത്. ആ ഷാപ്പ് അനുവദിച്ച നടപടിയെക്കുറിച്ച് കോടതി ചോദ്യം ചെയ്തു. ഷാപ്പ് അനുവദിക്കാൻ കോടതി പറഞ്ഞില്ലല്ലോ. കോടതി ആ എടുത്ത നടപടിയെക്കുറിച്ച് കോടതി വിമർശിച്ചു. കോടതി ഒരു പുതിയ നിരീക്ഷണം നടത്തി. ആ നിരീക്ഷണവും ഗവൺമെൻറ് അംഗീകരിച്ചു. കോടതിയുടെ ഉത്തരവ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷാപ്പുകൾ അടയ്ക്കാൻ തൊട്ടടുത്ത ദിവസം, ഞാൻ ഡേറ്റ് ഓർമ്മയില്ല, തൊട്ടടുത്ത ദിവസം കോടതി വീണ്ടും ഇത് പരിശോധിക്കാണല്ലോ, ജഡ്ജ്മെൻറ്റിന് വേണ്ടി മാറ്റിവെച്ചതാണല്ലോ. പക്ഷെ കോടതി ഒരു നിരീക്ഷണം പറഞ്ഞു. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷാപ്പുകൾ, തുറന്ന ഷാപ്പുകൾ കൂട്ടാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. എല്ലാം ഈ ബിയർ ആൻഡ് വൈനും കള്ള് ഷാപ്പും ബീവറേജിൻ്റെ ഔട്ട്ലെറ്റും, ഇത് 3 കാറ്റഗറിയിലാണ് തുറന്നത്. അതെല്ലാം അടച്ചു. നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവുമല്ലോ. അല്ല, അത് അടച്ചു. പക്ഷേ അതെല്ലാം അടച്ചു. ഇത് സംബന്ധിച്ച് വരെയുള്ള പാത ദേശീയപാതയാണെന്ന് സർക്കാരിന് അറിയാമല്ലോ. നിങ്ങളതിൽ ഇങ്ങനെ കടുത്ത വാശി പിടിപ്പിക്കുന്നില്ല എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടി. അതിൽ കോടതി ഇനിയും പരാമർശം നടത്താൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ കോടതി വിധിയുടെ ഒരു ഭാഗം പറഞ്ഞു. ആ കോടതി നിങ്ങൾ ഒന്നുകൂടി സ്റ്റഡി ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണെന്നുള്ളത് ശരിയായി മനസ്സിലാവും. അപ്പോൾ ആ കോടതിയുടെ വിധിയിലോ കോടതിയുടെ പരാമർശത്തിലോ ഒന്നും ഞാൻ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. കോടതി വിധി എന്തു പറഞ്ഞാലും അത് ഗവൺമെൻറ് അംഗീകരിക്കും. അതൊരു സിംഗിൾ ബെഞ്ച് വിധിയായിരുന്നുവല്ലോ. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ഒരു അപ്പീൽ പോകണം എന്ന് സർക്കാർ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? സർക്കാരിന് തുറക്കുക എന്നുള്ള ചില സംവിധാനങ്ങളുണ്ട്. സർക്കാരിന് ചില നിയമപരമായ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സർക്കാരിന് വ്യക്തത വേണ്ട പ്രശ്നമാണെങ്കിൽ അവരെ സഹായിക്കാനുള്ള സംവിധാനമാണ് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ഷാപ്പ് അനുവദിച്ചതെന്നുള്ളത് എക്സൈസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. AG പൊതുമരാമത്ത് വകുപ്പിനെ ഒന്ന് അറിയിക്കുകയും ഒരു കാര്യം ചെയ്തോട്ടെ. നിങ്ങളെന്താ തിരിച്ചു ചിന്തിക്കാത്തത്? ഇത്തരമൊരു കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ കോടതി ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചൂടെ? എന്താണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് നിലപാട്? ചോദിച്ചില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നിലപാടെന്ത്? അല്ലെങ്കിൽ പൊതുമരാമത്തിൻ്റെ നിലപാട്? പൊതുമരാമത്തിനോടൊരു വിശദീകരണവും ചോദിച്ചിട്ടില്ല. പൊതുമരാമത്ത് കക്ഷിയായിരുന്നു ആ കേസ്. ഗവൺമെൻറ്റിനോടൊരു വിശദീകരണവും ചോദിച്ചിട്ടില്ല, എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടില്ല. ഇതേ പെറ്റീഷൻ വിധിയും ചേർത്തല തിരുവനന്തപുരം പാതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നടപ്പാക്കിയില്ല. ഇവിടെ വന്ന ഒരു പരാമർശം വന്ന സമയത്ത് അത് നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കാതിരുന്നത്, നടപ്പിലാക്കണമെങ്കിൽ രണ്ടും ഒരുപോലെ നടപ്പിലാക്കാലോ. വേറെ എന്തെങ്കിലും താല്പര്യം ഗവൺമെൻറ്റിനുണ്ടെങ്കിൽ. അല്ല മിനിസ്റ്റർ, ഇത് ബാർ ഉടമകൾ നൽകിയ കേസാണ്. ആ കേസിൽ കേരള സർക്കാരാണ് 1ാം കക്ഷി, എക്സൈസ് വകുപ്പ് 2ാം കക്ഷി, പൊതുമരാമത്ത് വകുപ്പ് 4ാമത്തെ കക്ഷിയാണ്. ഈ കേസിൽ സർക്കാരിനോട് ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് എന്ത് ന്യായമാണ്? സർക്കാരിന്റെ നിലപാട് ദേശീയപാതയാണ് എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയല്ലേ? ഞാൻ നിങ്ങളെ അത്ര നിയമവിദഗ്ധനല്ല ഇക്കാര്യത്തിൽ, അതുകൊണ്ട് അതിനെനിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സർക്കാരിന്റെ ബാധ്യതയായിരുന്നില്ലേ? അല്ല, സർക്കാരിനോട് കോടതിക്ക് ചോദിക്കാമല്ലോ. പൊതുമരാമത്ത് വകുപ്പിന് സത്യവാങ്മൂലം നൽകാമല്ലോ. ഞാനതാ പറഞ്ഞത്, കോടതിയുടെ ഒരു നിലപാടിനെ കുറിച്ച് നിങ്ങൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും കോടതിയെ വിമർശിക്കാൻ ഞാനില്ല. അല്ല, ദേശീയപാതയാണെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞില്ല. ആ വിധി നടപ്പാക്കാനാണ് ഞാനത് ക്ലോസ് ചെയ്തു. അതെ, അതിനുശേഷം പൊതുമരാമത്ത് മന്ത്രി പൊതുവേദിയിൽ പറയുന്നത് കോടതി എന്തോ അപരാധം ചെയ്തു എന്ന മട്ടിലാണ്. അങ്ങനെ കോടതിയിൽ പറയാതെ പുറത്ത് കോടതിയെ വിമർശിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് ഏത് തരത്തിലാണ് ശരിയാവുക? ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തോട് സമീപിക്കും, അദ്ദേഹത്തോട് നിങ്ങൾ അന്വേഷിക്കും. ഇത് എക്സൈസ് പൊതുമരാമത്ത് വകുപ്പുകളുടെ ആശയവിനിമയത്തിലെ പ്രശ്നമാണ്. അല്ല, എന്തിനിങ്ങനെ വേണ്ടാത്ത തർക്കങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതാണോ നിങ്ങളൊരു മീഡിയ പ്രവർത്തനത്തിന്റെ ഭാഗം, അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാക്കൽ? അല്ല, നിങ്ങൾ ജനങ്ങളെ സഹായിക്കത്തക്ക നിലയിലുള്ള സമീപനം എടുക്കുക. അതാണ് ഒരു ശരിയായ ധർമ്മം. അങ്ങനെ ചെയ്യും. ദേശീയപാതയുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് വന്നതിനെ തുടർന്ന് ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു. അങ്ങനെ മാറ്റി സ്ഥാപിക്കേണ്ടി വന്ന ഘട്ടത്തിൽ പലയിടങ്ങളിലും നാട്ടുകാരുടെ എതിർപ്പുണ്ടായി. തദ്ദേശ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട NOC നൽകാൻ വിസമ്മതിച്ചു. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നത് ആ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇക്കാര്യത്തിൽ NOC നൽകാൻ അധികാരമുണ്ട് എന്ന് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് തീരുമാനിച്ച കാര്യത്തെ പിൻവലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് വിധേനയും മദ്യഷാപ്പുകൾ താങ്കൾ ആദ്യം മുതലേ എടുത്തു വരുന്നൊരു സമീപനമുണ്ട്. ഈ നിലപാടിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഇക്കാര്യത്തിൽ താങ്കൾ ആവർത്തിക്കുന്നുള്ളൂ. ഞങ്ങൾ LDF ഗവൺമെൻറ്റിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർഡിനൻസ് കൊണ്ടുവന്നത്.
ഓർഡിനൻസ് കൊണ്ടുവരാൻ ഇടവന്നിട്ടുള്ളത് ഒരു പ്രശ്നത്തിൽ വിവേചനം പാടില്ല. മദ്യവ്യവസായം എന്നുള്ളത് ഒരു ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റേറ്റിൻ്റെ ഒരു പൊതുവായിട്ടുള്ള നിലയാണത്. പ്രാദേശിക ഭരണകൂടങ്ങൾ അവിടെയുള്ള ജനങ്ങളുടെ നിലപാട് പ്രതിഫലിപ്പിക്കേണ്ട ബാധ്യതയുള്ള സ്ഥാപനങ്ങളല്ലേ? ഇതൊരു പഞ്ചായത്തിനെയോ ഒരു കോർപ്പറേഷനെയോ ഒരു നഗരസഭയോ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, സ്റ്റേറ്റിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു നിലപാടെടുത്തത്. ഇതിൻ്റെയൊക്കെ ആത്യന്തിക ഫലം കൂടുതൽ ഷാപ്പുകൾ തുറക്കുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള, ഞാൻ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, താങ്കൾ മാധ്യമ പ്രവർത്തകനാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ രണ്ടു കൂട്ടർ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. മദ്യലഭ്യത ഈ നയം കൊണ്ട് കൂടില്ല എന്ന് അങ്ങേക്ക് ഉറപ്പാണ്? മദ്യലഭ്യത കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, മദ്യലഭ്യതയല്ല, മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഈ നിയമവിരുദ്ധമായ, അനധികൃതമായ, ജനങ്ങളുടെ ആരോഗ്യത്തിന് കൂടുതൽ അപകടകരമായ ലഹരിയിലേക്ക് ജനങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രിതമായൊരു നടപടിയാണ് സ്വീകരിക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ റിസൾട്ട് ഓരോ ഘട്ടത്തിലും പരിശോധിച്ച് ആവശ്യമായ നിലപാടുകളെടുത്ത് മുമ്പോട്ട് പോകും. വളരെ നന്ദി മിനിസ്റ്റർ. താങ്ക് യു.